റോബോട്ടിക് കാറിനെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കി വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ. അഡോൺ ജെ സൈജു എന്ന വിദ്യാർത്ഥി തയ്യാറാക്കിയ റോബോട്ട് കാർ മൂന്നിലവ് ടൗണിൽ നടത്തിയ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നേടി. മൂന്നിലവ് വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂളിലെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ റോബോട്ടിക് കാറും പങ്കാളിയായി. കൈറ്റ് വഴി സ്കൂളുകളിൽ വിതരണം ചെയ്ത അഡ്വാൻസ്ഡ് റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാന ക്യാമ്പിൽ പങ്കെടുത്ത അഡോൺ ജെ സൈജു എന്ന വിദ്യാർത്ഥി തയ്യാറാക്കിയ റോബോട്ട് കാറാണ് മൂന്നിലവ് ടൗണിൽ നടത്തിയ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നേടിയത്. ലഹരിക്ക് വിട എന്ന മുദ്രാവാക്യം വഹിച്ചുകൊണ്ട് മൂന്നിലവ് ടൗണിലെ നിരത്തിലൂടെ നീങ്ങിയ കുഞ്ഞൻ കാർ എല്ലാവരിലും കൗതുകമുണർത്തി. ലഹരി വിമുക്തമായ നവസമൂഹ സൃഷ്ടിക്കായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ റോബോട്ട്സ് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന ചിന്തയാണ് തങ്ങളെ ഈ ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ പറഞ്ഞു. ഇതോടൊപ്പം ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഗാനവും വാഗക്കാട് സ്കൂളിൻ്റെതായി കുട്ടികൾ ടെക്നോളജിയുടെയും മൾട്ടിമീഡിയയുടെയും സഹായത്തോടെ ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ കണ്ണന്താനം, ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ടെസ്, PTA പ്രസിഡന്റ് അനൂപ് ഇളംതുരുത്തിയിൽ, കൈറ്റ് മിസ്ട്രസുമാരായ ദിവ്യ KG, അനു അലക്സ് എന്നിവരുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളെ അഭിനന്ദിച്ചു. i4 ന്യൂസ്, പാലാ.